13 വയസ്സിൽ റേപ്പ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ റേപ്പ് ചെയ്യപ്പെടുക. ഈ മയിൽപ്പീലിയൊക്കെ ബുക്കി വെച്ചുകൊണ്ട് നടന്നാൽ പ്രസവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രായം. ഈ പ്രായത്തിൽ റേപ്പ് ചെയ്യപ്പെട്ടാൽ റേപ്പിസ്റ്റിന്റെ കയ്യിൽ ഈ കുട്ടിയുടെ വീഡിയോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൊന്നു കളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാലോ ഈ കുട്ടി പീഡന വിവരം പുറത്തു പറയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. 8ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് മരിച്ച വാളയാർ കേസിൽ CBI ഇപ്പോൾ ആ കുട്ടിയുടെ അച്ഛനമ്മമാരെ പ്രതി ചേർത്തിട്ടുണ്ട്. ഈ കുട്ടികൾ തങ്ങൾക്കറിയാവുന്ന പലരോടും പല മാമന്മാരെ കുറിച്ചും ഈ മാമന്മാരെ പേടിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇൻ ദ സെൻസ് ആരും ഈ കുട്ടികൾക്ക് ഒരു നിയമസഹായം എത്തിച്ചു കൊടുക്കാൻ തയ്യാറായില്ല, അധ്യാപകർ പോലും എന്നാണ് എൻ്റെ അറിവ്. ഈ കുട്ടികൾ മരിക്കേണ്ടി വന്നു. പലരും തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും. ഇതുപോലെ പല പ്രമുഖർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് വിതുര കേസ്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോട് അയൽക്കാരിയായ അജിത ബീഗം പറഞ്ഞു, നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. ഈ കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ആൽക്കഹോളിക്കാണ്, വീട്ടിൽ മുഴുവൻ പട്ടിണിയാണ്. ചോറെന്ന് പറയുന്ന ഒരു സാധനം ഈ കുട്ടീൻ്റെ വീട്ടിലില്ല. പലപ്പോഴും കപ്പക്കിഴങ്ങാണ് കഴിക്കാൻ കിട്ടാറ്. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയോട് അജിത ബീഗം പറയുന്നു, നീ നിന്റെ അമ്മയോട് ഇപ്പോൾ പറയണ്ട, നീ കൊച്ചു കുട്ടിയായിട്ട് ജോലിക്ക് പോകാൻ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. കൊച്ചിയുടെ ഒരു വീട്ടിൽ നിനക്ക് സെർവൻ്റ് ആയിട്ട് ജോലി വാങ്ങിത്തരാം. അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ 3 നേരം സുഭിക്ഷമായി കഴിക്കാൻ കിട്ടും. ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ നീ പറയാതെ പോയി എന്നുള്ളതിന്റെ വഴക്ക് നിന്റെ വീട്ടുകാർക്ക് മാറും. ഇത് വിശ്വസിച്ചാണ് 15 വയസ്സുള്ള ഈ കുട്ടി അയൽക്കാരിയോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നത്. ഈ കുട്ടി ചെന്ന് പെട്ടത് വലിയൊരു സെക്സ് റാക്കറ്റിലാണ്. എങ്ങനെയാണ് ഈ കുട്ടി സെക്സ് റാക്കറ്റിൽ ചെന്ന് പെട്ടത്? പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ പാഴാക്കി കളയുന്നത് ചോറ് കഴിക്കാൻ, 3 നേരം ആഹാരം കഴിക്കാൻ.